നിങ്ങൾ മറക്കുന്ന സുപ്രധാനമായ ഒന്നുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും ചില ഭാഗങ്ങൾ അറ്റു നീങ്ങേണ്ടതുണ്ട്. നാളെയല്ല, എപ്പോഴെങ്കിലുമല്ല, ഇപ്പോൾ തന്നെ. കാരണം നിങ്ങൾ ചേർത്ത് വച്ചിരിക്കുന്ന നിങ്ങളുടെ പതിപ്പ് ദൈവം ഉയർത്തുവാൻ ശ്രമിക്കുന്ന നിങ്ങളുടെ പതിപ്പിനെ ഇല്ലാതാക്കുന്നു. നിങ്ങൾക്കറിയാം, നിങ്ങൾക്കത് അനുഭവിക്കുവാൻ കഴിയുന്നുണ്ട്. ആ പഴയ പതിപ്പ് കുറച്ചു കാലമായി നിങ്ങളുടെ ഉള്ളിൽ ചീഞ്ഞഴുകുകയാണ്. ശീലങ്ങൾ, ഭയം, സുഖസൗകര്യങ്ങൾ, ഒഴികഴിവുകൾ, അങ്ങനെ പലതും. ഇവ നിർജീവമാണ്. നിങ്ങൾ കുഴിച്ചിട്ടില്ല എങ്കിൽ അവ നിങ്ങളെ എന്നേക്കുമായി മറവ് ചെയ്യും. എന്നാൽ ഈ വാസ്തവം നാം കേൾക്കുവാൻ ആഗ്രഹിക്കുന്നില്ല. നാം ആയിരിക്കുന്ന സ്ഥിതിയിൽ നിന്നും ദൈവം അനുഗ്രഹിക്കണം എന്നാണ് നമ്മുടെ താല്പര്യം. പക്ഷേ ദൈവം നമ്മെ നോക്കി പറയുകയാണ്, കുഞ്ഞേ, നിന്റെ ഈ പതിപ്പ് നിന്നെ എങ്ങും എത്തിക്കില്ല. ആലസ്യവും ഭയവും നിറഞ്ഞ മാനുഷ്യപ്രീതി തേടുന്ന ദ്രവ്യാഗ്രഹിയും ലോകപ്രിയനുമായ നിങ്ങളുടെ ആ പതിപ്പ് മരിച്ചേ മതിയാകൂ. പ്രാർത്ഥനയും ഉപവാസവും നിങ്ങളെ ദൈവത്തോട് കൂടുതൽ അടുപ്പിക്കുമെങ്കിലും ദൈവകരങ്ങളിൽ ഒരു പണിക്കും ചെത്തിവെടിപ്പാക്കലിനും വിട്ടുകൊടുത്തെങ്കിൽ മാത്രമേ ഇതിന് മാറ്റം ഉണ്ടാവുകയുള്ളൂ. മുറിച്ചു മാറ്റേണ്ടത് മാറ്റപ്പെടുവാൻ നിങ്ങൾ അനുവദിക്കണം. അത് വേദനാജനകമാണ്. ഉപേക്ഷിക്കേണ്ടത് ആളുകളോ ശത്രുക്കളോ വസ്തുക്കളോ ആകണമെന്നില്ല. ഉപേക്ഷിക്കാൻ ഏറ്റവും ബുദ്ധിമുട്ടുള്ളത് നിങ്ങൾ എന്ന വ്യക്തി തന്നെയാണ്. മറ്റുള്ളവരെ പ്രീതിപ്പെടുത്തുവാൻ കുനിഞ്ഞു നിന്ന നിങ്ങൾ, ദൈവിക വിളിക്ക് പകരം താൽക്കാലിക സുഖം തിരഞ്ഞെടുത്ത നിങ്ങൾ, ആ പഴയ മനുഷ്യനെ, ആ പഴയ പതിപ്പിനെ കുഴിച്ചിടണം. പക്ഷേ പ്രശ്നം പരിചിതമായതിന് അടിമകളാണ് നാം എന്നുള്ളതാണ്. വിസ്താരമായ തുറന്ന വാതിൽ മുൻപിലുള്ളപ്പോഴും ശ്വാസം നിലയ്ക്കുന്ന കൂട് അന്വേഷിക്കുന്നവർ, ദൈവം അഴിച്ച ചങ്ങലയെ തിരിച്ചന്വേഷിക്കുന്നവർ, ചങ്ങലയുടെ ഭാരം വീണ്ടും അളക്കുന്നവർ. എന്നാൽ ഛർദിയുടെ വിഴുപ്പ് ഭാണ്ഡം ചുമക്കുവാനല്ല, മറിച്ച് വിശുദ്ധിയിലേക്കും അസാധാരണമായതിലേക്കും പുതുമയിലേക്കുമാണ് ദൈവം നിന്നെ വിളിച്ചത്. പുതിയ ഒന്നിൻ്റെ ഉയർപ്പ് ആസ്വദിക്കണമെങ്കിൽ പഴയത് കുഴിച്ചിടപ്പെട്ടേ തീരൂ. നിങ്ങളുടെ പഴയ പതിപ്പ് ഉടഞ്ഞെങ്കിലേ ഉയർച്ചയുടെ പുതിയ പാളികൾ തുറന്നു വരികയുള്ളൂ. ഇതേ കാരണത്താലാണ് യേശു കർത്താവ് പറഞ്ഞത്, ഗോതമ്പ് മണി നിലത്തു വീണ് ചാകുന്നില്ല എങ്കിൽ അത് തനിയായിരിക്കും, ചത്തുവെങ്കിലോ വളരെ വിളവുണ്ടാകും. ഗോതമ്പ് മണിയുടെ ഉടച്ചൽ നാളെയുടെ കിളിർപ്പിൻ്റെ പ്രതീക്ഷയാണ്. ഇപ്പോൾ ഇത് കേൾക്കുന്ന നിങ്ങളിൽ ചിലർ എന്നേക്കും കുഴിച്ചിടേണ്ടതിനെ അവഗണിച്ചതിനാൽ നാളുകളായി വാതിൽക്കൽ കുടുങ്ങിക്കിടക്കുകയാണ്. പക്ഷേ യാഥാർത്ഥ്യബോധത്തോടെ പറയട്ടെ, മരിക്കുന്നത് വേദനാജനകമാണ്. ഇന്നലെ വരെ ഉയർത്തിപ്പിടിച്ചതൊക്കെ ചോർന്നൊലിക്കുമ്പോഴുള്ള സ്ഥിതിവിശേഷം, ഇതുവരെ അറിഞ്ഞ സ്വത്വം നഷ്ടപ്പെട്ടാലുള്ള അവസ്ഥ ഓർത്തു നോക്കൂ. പഴമയുടെ ഓർമ്മകൾ വല്ലാത്ത നഷ്ടബോധമുളവാക്കും. പക്ഷേ ഓർക്കുക, ദൈവം നിന്നെ ഉപേക്ഷിച്ചതല്ല, മറിച്ച് നീ മേന്മയുള്ളതായ ഒന്നായി രൂപപ്പെടുവാനാണ്. കുശവൻ ഒരിക്കലും കളിമണ്ണിനെ അവഗണിക്കുന്നില്ല. രൂപപ്പെട്ടു എന്ന് തോന്നുന്നതിനെ വീണ്ടും ഉടയ്ക്കുമ്പോൾ സന്ദേഹത്തിന് കാരണമില്ല. കാരണം കളിമണ്ണ് ഇരിക്കുന്നത് കുശവൻ്റെ കരുത്തമായ കൈകളിലാണ്. കൊമ്പുകോതൽ ശിക്ഷയല്ല, അതൊരു തയ്യാറെടുപ്പാണ്. മുറിക്കൽ ക്രൂരതയല്ല, കരുതലാണ്. നിങ്ങളുടെ അടുത്ത തലത്തിലെ വളർച്ചയ്ക്ക് തടങ്കലാകുന്നതിനെ നീക്കം ചെയ്യുന്ന പ്രക്രിയ. കാരണം അതുമായി ഉയരുവാൻ ശ്രമിച്ചാൽ ദൈവത്തിൻ്റെ സ്വപ്നതുല്യമായ വളർച്ച സാധ്യമാകില്ല. നിങ്ങളുടെ പഴയ പതിപ്പിനെ പുതിയ സീസണുമായി കൂട്ടിക്കലർത്തിയതിനാൽ കുതിക്കേണ്ട നിങ്ങളിപ്പോൾ കിതയ്ക്കുകയാണ്. പുതുമനുഷ്യൻ്റെ കുതിപ്പ് രഥചക്രങ്ങളെ കീഴ്പ്പെടുത്തിയ ഏലീശയുടെ കാലുകൾക്ക് സമാനമാണ്. ദൈവം കുഴിച്ചിട്ടതിലേക്ക് ശ്വാസം ഊതുന്നത് എത്ര നിസ്സാരമാണ്. ഭയം നിലയ്ക്കട്ടെ, ലജ്ജ മരിക്കട്ടെ, കയ്പ് മറയപ്പെടട്ടെ. പഴയതിലേക്ക് തിരികെ പോകരുത്. ദൈവം കുരിശിൽ തറച്ചതിനെ ഉയർപ്പിക്കുവാൻ ശ്രമിക്കരുത്. നിങ്ങളെക്കുറിച്ചുള്ള ദൈവിക യാഥാർത്ഥ്യത്തിലേക്ക് എഴുന്നേൽക്കുക, ലക്ഷ്യത്തിലേക്ക് എഴുന്നേൽക്കുക, വെളിയിലേക്ക് എഴുന്നേൽക്കുക. കാരണം ഇതാ ഞാൻ എല്ലാം പുതുതാക്കുന്നു എന്ന് ദൈവം പറയുമ്പോൾ അവൻ നിങ്ങളെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. ഒരു ദിവസം നിങ്ങൾ തിരിഞ്ഞു നോക്കുമ്പോൾ നിങ്ങൾക്കൊന്നും നഷ്ടപ്പെട്ടിട്ടില്ലെന്ന് മനസ്സിലാകും. നിങ്ങളെല്ലാം നേടി. അതൊരു നഷ്ടമായിരുന്നില്ല, അതൊരു നവീകരണമായിരുന്നു. ദൈവം ഒരിക്കലും ലക്ഷ്യമില്ലാതെ കൊമ്പിനെ കോതുകയില്ല. ഒരു ഉയർപ്പ് ഒരുക്കാതെ ഒരു മരണം ദൈവം നടപ്പാക്കില്ല.
ചത്ത് മറഞ്ഞതിലേക്ക് നോക്കി നിൽക്കാതെ നിയോഗത്തിൻ്റെയും അഭിഷേകത്തിൻ്റെയും പുതുമയിലേക്ക് ഓടിക്കയറുക. ഈ ബലത്തോടെ പോവുക. ദൈവം അനുഗ്രഹിക്കട്ടെ.